എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പനിയെക്കുറിച്ച് നോക്കാം. കാരണം ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പനിച്ച് കിടക്കുന്ന ഒരു സമയമാണ്. വാർത്തകളിലൊക്കെ കാണാം. കുറേ പേർക്ക് പനിച്ചതായിട്ടും പനി ബാധിച്ചിട്ട് ചികിത്സയ്ക്ക് പോയതൊക്കെ. എന്നാൽ നമ്മുടെ അക്യുപഞ്ചർ ചികിത്സയിൽ പനി വരുമ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പനിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ പനി കഴിയുന്ന സമയത്തേക്ക് നമുക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് നമ്മൾ എനർജറ്റിക് ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ അടുക്ക കഴിഞ്ഞ ഞായറാഴ്ച ഒരു പേഷ്യൻ്റ് വന്നത് അവർക്ക് ജോലി ആയതുകൊണ്ട് ഞായറാഴ്ച മാത്രമേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് പനി വരുന്ന പോലെയുണ്ട്. ആള് കാലിൻ്റെ വേദനയ്ക്ക് കാണിക്കാനായിരുന്നു വന്നത്. ഞാൻ പറഞ്ഞ സാരില്ല, അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചു. അപ്പം തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോകുന്നതായതുകൊണ്ട് അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കുടിച്ച് പെട്ടെന്ന് പനി മാറണം എന്നുള്ള ഒരു ചിന്താഗതി. ഞാൻ പറഞ്ഞു ഇതിൽ മെഡിസിൻ ഇല്ല. അപ്പോൾ തിങ്കളാഴ്ച മുതൽ പിന്നെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. രാത്രി നല്ല പനിയായിരുന്നു, മെഡിസിൻ കഴിക്കട്ടേന്ന്. ഞാൻ പറഞ്ഞു അക്യുപഞ്ചർ ചികിത്സ തന്നു, ഇനിയിപ്പോൾ മെഡിസിൻ കഴിക്കാണ്ട് ഒരു ദിവസം നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്ത് നോക്കൂ പനി എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഫുഡ് വിഷന്നാൽ മാത്രം കഴിക്കാൻ പറഞ്ഞു. പറ്റുമെങ്കിൽ ഫ്രൂട്ട്സ് പോലത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഒരു ദിവസം ഫുൾ ഒരു മെഡിസിൻ കഴിക്കാതെ ഇരുന്നു. പിറ്റേന്ന് പനി കുറഞ്ഞുകൊണ്ട് പിന്നെയും മെഡിസിൻ കഴിച്ചില്ല. പിറ്റേത്തെ ആഴ്ച എന്നെ കാണിക്കാൻ വന്നപ്പോൾ പറഞ്ഞ് ഞാൻ പണ്ടൊക്കെ മെഡിസിൻ കഴിക്കുമ്പോൾ പനി കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പനി 3 ദിവസം ആ ഒരു ക്ഷീണവും കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോൾ ഭയങ്കര എനർജിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആളുടെ ഹസ്ബൻഡ് മെഡിക്കൽ റെപ്പാണ്. അന്നേരം എന്നറിയാലോ വീട്ടിൽ എന്ത് ചെയ്താലും ഗുളികയുണ്ടാവും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു എങ്ങനെയാണ് ഇവർ ഈ പനീനെ എങ്ങനെയാണ് സ്വന്തം ശരീരം ഹീൽ ചെയ്യുന്നതെന്ന് നോക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അവിടെ ഒരു മെഡിസിൻ ഉള്ളത് കൊണ്ട് തന്നെ. പിറ്റേത്തെ ആഴ്ച വന്നപ്പോൾ പറഞ്ഞു ഹസ്ബൻഡിന് പനിക്കുന്നു എന്ന് പറഞ്ഞു. അവർ ഗുളികയൊക്കെ കുടിച്ചു. പക്ഷേ അവർ പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ അനുഭവിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പനി വരുമ്പം ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മകൾക്കും ഇതിന് മുന്നേ 2 ആഴ്ച മുന്നേ നന്നായിട്ട് പനിച്ചിരുന്നു. അവൾ ഒരാഴ്ച വന്നു വെച്ചാൽ 4 ദിവസം നല്ല പനിയായിരുന്നു. നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. തൊടുമ്പം തന്നെ അറിയാൻ വേണ്ടി പറ്റും. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് പോലും ഞാൻ അവൾക്ക് ചെയ്തു കൊടുത്തില്ല. അവൾക്ക് എപ്പോഴാണോ വിശപ്പ് തുടങ്ങിയത് ആ സമയത്തായിരുന്നു പിന്നെ ഫുഡ് കൊടുത്തത്. അവർ 7 ദിവസം കൊണ്ട് അവൾ നോർമലായിട്ട് വന്നു. നമ്മൾ ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഒന്നും നടത്തുന്നില്ല. ഓൺലി പൾസ് നോക്കി അവരെ ഏത് എലമെൻറ്റിലാണോ വേരിയേഷൻ ഉള്ളത് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി വിശപ്പ് നോക്കിക്കഴിഞ്ഞാൽ പനിക്കുന്ന സമയത്ത് വിശപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് നോക്കിയിട്ടുള്ള ആഹാരങ്ങൾ, പ്രത്യേകിച്ചും പനി പോലുള്ള അസുഖമുള്ളപ്പോൾ നമ്മൾ ലൈറ്റായിട്ടുള്ള ആഹാരം കഴിച്ച് ആ പനീനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പനി പെട്ടെന്ന് പനിയുടെ ക്ഷീണം പനിക്കുന്ന സമയത്ത് ഉണ്ടാവും എന്നല്ലാണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളുള്ളത് കത്തിച്ച് കളയുന്നതിനാണ് പനിക്കുന്നത്. അപ്പോൾ പനി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജറ്റിക്കലി നമുക്ക് എല്ലാ ജോലികളും ചെയ്യാൻ വേണ്ടി പറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. നേരെ മറിച്ച് മെഡിസിൻ കഴിക്കുമ്പോൾ മെഡിസിൻ കഴിച്ച് ആ പനീനെ അവിടെ സപ്രസ് ചെയ്യുമ്പോൾ പിന്നീട് എന്ത് ചെയ്യും, പിന്നീട് അതിൻ്റെ ക്ഷീണം കൂടെ ഉണ്ടാവുകയും അത് പിന്നീട് കുറച്ച് ദിവസം കൂടുതൽ ക്ഷീണിച്ച അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആള് നോർമലാകും. അപ്പോൾ 7 ദിവസം പനിക്കുന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ തന്നെ അക്യുപഞ്ചർ ചികിത്സയിൽ പിന്നെ ആള് നല്ല എനർജറ്റിക് ആയി. പക്ഷേങ്കിൽ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അത് സപ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഹീലിംഗ് കുറച്ചും കൂടി ദിവസത്തേക്ക് അങ്ങ് നീളും. അതിനുശേഷമാണ് നമുക്ക് എനർജി വരിക. അധികം ആളും പറയുന്നേക്കാം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പിന്നെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൂടി എടുക്കുന്നതെന്നുള്ളത്. ഇപ്പം നിങ്ങളെ ബോഡീനെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ബോഡിയിൽ ആ പനിപ്പിക്കുന്ന സമയത്ത് വേസ്റ്റ് കത്തിച്ച് കളയായിരുന്നു. അപ്പോൾ ആ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ മാറി പുതിയൊരു ശരീരത്തിൽ വേസ്റ്റ് ഇല്ലാത്ത നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ശരീരമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ ടൈമിന് ഉറക്കം, പകലൊക്കെ ഉറങ്ങണം തോന്നുന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് റെസ്റ്റ് കൊടുക്കുക. ഭക്ഷണം വിശന്നാൽ മാത്രം കഴിക്കുക. അതുപോലെ ദാഹിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുക, വിശ്രമിക്കുക. നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ജോലിക്കൊന്നും പോകാണ്ട് ശരീരത്തിൽ നിന്ന് മരുന്ന് കുടിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അധികം ആളും ചെയ്യുന്ന ഒരു അബദ്ധമാണ്
ജോലിക്ക് പോവുക എന്നുള്ളത്. ശരിക്കും വിശ്രമം നന്നായിട്ട് കൊടുക്കണം. പനി ഇല്ലെങ്കിൽ പോലും അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് ക്ഷീണവും പനി പുറത്ത് കാണാനില്ലെങ്കിൽ ക്ഷീണം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിശ്രമിച്ചുകൊണ്ട് ആ പനീനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇനി കൂടെ കൂടെ പനി വരുന്നവർക്കും ഈ ഒരു ഇത് മരുന്ന് കുറെ കഴിച്ച് ജലദോഷം ഇതിനൊന്നും മാറ്റമില്ലെങ്കിൽ കൂടെ ഒരു അക്യുപഞ്ചറിന്റെ ചികിത്സ തേടുകയും നിങ്ങൾ ആ പറയുന്ന പോലെ വിഷണം മാത്രം ആഹരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്തായാലും പനിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ്, അതായത് ഇളനീർ പോലത്തെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വാങ്ങിക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങൾ മാത്രം കഴിച്ച് നന്നായിട്ട് വിശ്രമം കൊടുത്താൽ ശരീരം തന്നെ ശരീരത്തിലുള്ള മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.